എന്താ പിള്ളേ? ഇവൻ ഈ പടി ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഇവന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. താൻ സഹായത്തിലോടോ? പിന്നെ തീർച്ചയായിട്ടും. ആദ്യം ഞാൻ വീണിട്ട് രാഘവൻ സാർ വീഴും. പിന്നെ അല്ല. അച്ഛൻ കരുതുന്ന പോലെ നല്ല കാര്യങ്ങള്. ഞാൻ വെറൊരു ഡ്രൈവറായതിന്റെ പേരിലേ ഈ കളക്ടർ മാഡത്തിന്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം പീഡനങ്ങളാണ് ഞാൻ സഹിക്കണമെന്നറിയോ? ഇപ്പൊ വീട്ടിൽ തുടങ്ങിയിരിക്കുക. എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യണം. കളക്ടർ വന്ന ഒന്നും ചെയ്യില്ല. ഈ കുറച്ച് വയലെടുത്ത് ഇങ്ങനെ കുത്തിയിരിക്കും. ശരിയാന്നോ മക്കളെ? അമ്മ അച്ഛനെ പണിയെടുപ്പിച്ച് പീഡിപ്പിക്കാറുണ്ടോ? പറഞ്ഞോളൂ മക്കളെ. ചുമ്മാതെ അച്ഛൻ വെറുതെ പറയുക. അതെ അതെ, പണിയൊക്കെ എടുക്കുന്ന ചേച്ചിയമ്മയാ. പിന്നെയും ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ടുപേരും തിരിഞ്ഞല്ലേ? വൈകിട്ട് ചോക്ലേറ്റ് ഓടിച്ചു നോക്കിയിരുന്നാ മതി. രണ്ടര ചോക്ലേറ്റ് തിന്നിക്കടി. അയ്യോ അച്ഛച്ച, വിഷ്ണു അച്ഛനെ ചേച്ചിയമ്മ ഇടയ്ക്കിടയ്ക്ക് പീഡിപ്പിക്കാറുണ്ട് കേട്ടോ. അത് ഞങ്ങൾ കാണുന്നു എന്നൊന്നുമില്ല. ഇടിയടി അമ്പടി കള്ളി അല്ലേ സത്യേ? അതെ. പറഞ്ഞോട്. എന്നാ ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചോക്ലേറ്റിന് മുമ്പിൽ കാല് മാറിയില്ലേ? എടോ പിള്ളേ, അതിങ്ങോട്ടെ ഇങ്ങോട്ട്. സത്യം പിടിച്ചേ. താങ്ക് യു അച്ഛച്ചാ. പപ്പ പിടി. താങ്ക് യു അച്ഛച്ചാ. വാ പപ്പി, നമുക്ക് ഇപ്പൊ തന്നെ തീർത്തേക്കാം. വാ. പതുക്കെ. നീ പോണില്ലേ? അല്ല, നിങ്ങളെല്ലാരും ഇങ്ങനെ പറയുമ്പോ പിന്നെ എന്റെ അച്ഛനും വന്ന സ്ഥിതിക്ക്. പക്ഷെ വൈകിട്ട് വേണം. വ്യാപാരമുള്ളതാ അല്ല കളക്ടർ മാഡം? അത് 4 മണിക്ക് ശേഷല്ലേ? അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഞാനല്ലേ? മോളെ, നീ 4 മണിക്ക് ശേഷം പോയാ മതി. ഇവൻ ഇപ്പൊ തന്നെ അവിടെ പോയി നിൽക്കട്ടെ. അവിടെ ആ സേവകർക്കും മൈക്കാർക്കും ഒക്കെ ഒരു കൂട്ടാവുമല്ലോ. എവിടെ പോയതായിരുന്നു? അല്ല, നീ ഇതിപ്പോ എത്തി? അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഒന്ന് നടക്കാൻ പോയതാ. എവിടം വരെ? ചോദിച്ച കേട്ടില്ലേ? എവിടം വരെയാണെന്ന്? അതിന് സത്യം പറയാലോ പാമേ, അവളും പിള്ളേരുടെ വിളിയോട് വിളി. പറ്റില്ലെന്ന് പറയാൻ എന്റെ മനസ്സനുവദിച്ചില്ല. നമ്മുടെ മോനല്ലേ, പിറന്നാളായിട്ടേ അവൻ എന്റെയും ഭാമയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവത്തില്ലേ? നീയോ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നില്ല. ഞാൻ കൂടി അവനെതിരെ നിന്നാല് നമ്മുടെ മോൻ ആകെ തകർന്നു പോവും. അതുകൊണ്ടാ ഞാൻ ഇയാളെ. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ പോവരുതെന്ന്. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെ പോവോന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ നേരത്തെ ഇങ്ങ് പോകുന്നത്. ഇവിടെ വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന പെങ്കൊച്ചിനെയും കാണാനില്ല. അതോടെ പോയി. ഞങ്ങളോട് പോകുമ്പോ അവളുണ്ടായിരുന്നല്ലോ. എല്ലാരും തോന്നിയ പോലെ ആണല്ലോ. ഇവിടെ നിന്നവരും കൊള്ളാം, വന്നവരും കൊള്ളാം, കൂടെ കൊണ്ട് നടക്കുന്നവരും കൊള്ളാം. പിള്ളേ, ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ രാഘവേട്ടനും കൊണ്ട് ആ വാടക വീട്ടിലേക്ക് പോകരുതെന്ന്. എന്റെ സത്യാമേ, അവിടെ ഒന്ന് വരേണ്ടതായിരുന്നു. ഇത്രയും നല്ല ഭക്ഷണം ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. പാചകം എന്ന് പറഞ്ഞ ഇതാ പാചകം. അല്ല, എങ്ങനെ നന്നാവാതിരിക്കും? കുടുംബശ്രീ ശാരദയുടെ മോളല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. മോശം വരാൻ വഴിയില്ലല്ലോ. പിള്ളേ, താൻ അവരുടെ പരസ്യ ഏജന്റായി മാറിയിരിക്കുകയാണോ? എന്റെ സത്യാമേ, ഉള്ളതുപോലെ പറയണമല്ലോ. കറികൾക്കൊക്കെ എന്താ ടേസ്റ്റ്. പായസത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഗോതമ്പാരനെ മധുരം തീരെ കുറച്ച്.
മരുമോളെ എന്റെ കാര്യം കൂടെ കരുതിയായിരിക്കും പായസം ഉണ്ടാക്കിയതേ. അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് ഇരുന്നിരിപ്പി ഞാൻ അങ്ങാത്താക്കി. ഇഞ്ചിക്കറിയുടെ കാര്യം ഓർക്കുമെന്താ ഇപ്പോഴും വായിന്ന് വെള്ളം ഊറുന്നു. പിന്നെ എല്ലാരും കൂടെ ഒന്നിച്ചുള്ള, അതും വാഴയിലയിലുള്ള വിഭവസമൃദ്ധമായ സദ്യ, അതും ഒരു മറക്കാനാവാത്ത കാര്യം തന്നെ ആയിരുന്നേ. ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞും ഒന്നിച്ചുള്ളൊരു ഭക്ഷണം കഴിക്കല്. എവിടെ നൂർജഹാൻ? വിളിക്കവളെ. തന്റെ നാവർങ്ങിപ്പോയോ? എടോ, തന്നോടാ ചോദിച്ചേ നൂർജഹാൻ എവിടെയെന്ന്. അവളെങ്ങനെ ഇവിടെ ഉണ്ടാവുന്നത്? അവളെ തിരക്കണമെങ്കിൽ അവളുടെ വീട്ടിൽ പോയി തിരക്കണം. ആ, ഇത് തന്നെയാ സുബൈദി ആദ്യം പറഞ്ഞത്. ഒടുവിൽ എന്റെ ഈ കൈയുടെ ചൂട് ശരിക്കും അവൾ അറിഞ്ഞപ്പോഴാ അവൾ സത്യം പറഞ്ഞത്, ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന്. പറ, ഇപ്പൊ അവളെ തേടി 3ാമത്തെ തവണ ഞാൻ ഇവിടെ വരുന്നത്. പറ, അവൾ എവിടെയാ? അവളിവിടെ നിന്ന് നല്ല ഭാഷയാണ് ഞാൻ പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. സംശയമായിട്ട് കയറി നോക്ക്. ആ, നോക്കാം. ആ, കയറി നോക്ക്. അല്ല, ചുമ്മാതം. നൂർജഹാൻ, നൂർജഹാനെ. പൊന്നി, ആ ഫോണിങ് എടുത്തേ. ഒരു കാലത്ത് മനുഷ്യന് സ്വസ്ഥത കിട്ടില്ല എന്ന് വെച്ചാൽ വലിയ കഷ്ടം തന്നെയാ. സത്യമേ, നൂർജഹാനാ.